അള്ളാഹു വിശുദ്ധ മാസമായി പരിഗണിച്ചിട്ടുള്ള 4 മാസങ്ങളിൽ ഒരു മാസമായി പരിഗണിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ഈ മുഹറം മാസം എന്ന് പറയുന്നത്. അള്ളാഹു ആദരിച്ച പരിശുദ്ധമായ ഒരു മാസം എന്ന നിലക്ക് ആ മാസത്തിന് ഒരു ആദരവുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോട് ഉണ്ടാകുന്ന ഒരു ആദരവ് എന്ന് പറഞ്ഞാൽ അത് തഖ്വൻ്റെ ഒരു അടയാളമാണ്. നമ്മൾ അള്ളാഹുവിലും ഒക്കെ ശരിക്ക് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആദരവ് ഉണ്ടാവുന്ന ആ ആദരവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലൊരു കാര്യം. എത്രമാത്രം എന്ന് വെച്ചാൽ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിപ്പോൾ കാലൊക്കെ ഒന്ന് കടയുമ്പോൾ എന്ത് ചെയ്യും, സഫിലിരിക്കുമ്പോൾ കാലൊന്ന് മുന്നോട്ടേക്ക് നീക്കി വെച്ചിരിക്കും, കാല് നീട്ടിയിരിക്കും ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. അപ്പോൾ കാണുന്ന ചില ആൾക്കാർ വിചാരിക്കും എന്താ കാലം അങ്ങനെ ഒരു ആദരവില്ലാതെ വെച്ച്. അതിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ എന്താണ്, പള്ളി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആദരവുണ്ട്, ഖുർആൻ എന്ന് പറയുമ്പോൾ ഒരു ആദരവുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾക്കുള്ള ആദരവ് എന്ന് പറഞ്ഞാൽ. അത് അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള അടയാളങ്ങളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായിട്ട്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് അത് പറയുന്നത്. പല കാര്യങ്ങളിൽ സ്ഥലങ്ങളുണ്ട്. സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളിയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി കണക്ക് കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും മസ്ജിദുൽ അഖ്സയും. അങ്ങനെ ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകമായ ചില പരിഗണനകളുണ്ട്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി പരിഗണിക്കപ്പെടും. അതുകൊണ്ടാണ് ഹജ്ജിൻ്റെ സ്ഥലങ്ങൾ അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് സഫയും മറുവയും എന്നാണ്. ഹജ്ജിൻ്റെ ജബൽ അറഫാത്ത്, മുസ്ദലിഫ, മിന ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി പരിഗണിക്കപ്പെടുന്നു. കാലങ്ങളിൽ അങ്ങനെയുണ്ട്. പരിശുദ്ധമായ ഷഹ്റു മുബാറക് റമദാൻ കാലങ്ങളിൽ വിശിഷ്ടമായ അള്ളാഹു ആദരിച്ച ചിഹ്നങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതേപോലെ തന്നെ ശ്രേഷ്ഠമായ ദിവസങ്ങൾ യൗമ അറഫയുണ്ട്, അതേപോലെ തന്നെ അശ്ർ ദുൽഹിജ്ജയുണ്ട്, ഹജ്ജ് മാസത്തിലായത്തെ 10 ദിവസങ്ങൾ, അതേപോലെ തന്നെ ആശൂറ, അതേപോലെ എല്ലാ ആഴ്ചകളിലുമുള്ള വെള്ളിയാഴ്ച. ഇതൊക്കെ അള്ളാഹു പ്രത്യേകമായി അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി നമുക്ക് പരിചയപ്പെടുത്തപ്പെടും. ബാങ്ക്, ഇഖാമത്ത് ഇതിനെയൊക്കെ ചിഹ്നങ്ങളായിട്ടാണ്. നമ്മൾ നമസ്കാരങ്ങൾ അതെല്ലാം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി. ബലിമൃഗങ്ങൾ, അറുക്കപ്പെടുന്ന ബലിമൃഗങ്ങളെയൊക്കെ ചിഹ്നങ്ങളാണ്. ആ ചിഹ്നങ്ങളോടൊക്കെയുള്ള ഒരു ആദരവുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും തഖ്വയുടെയും ഭാഗമാണെന്ന്. എന്തിനേറെ പറയണം, ഇസ്ലാമികമായി നമ്മൾ സ്വീകരിക്കുന്ന ഒരു വസ്ത്രം പോലും, ഒരു സ്ത്രീ ധരിക്കുന്ന ഒരു ഹിജാബ് ഉണ്ടല്ലോ, അത് ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ്. എന്താണ് ഈ ചിഹ്നങ്ങളോടുള്ള ആദരവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അതിനോടൊക്കെ എന്ത് സമീപനമാണോ നമ്മളോട് സ്വീകരിക്കാൻ പറഞ്ഞത് അത് ചെയ്യാം. ഇപ്പോൾ പള്ളിനെ ആദരിക്കാൻ എന്താണ്, പള്ളിക്കാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അപ്പോൾ 5 വക്തിനും പള്ളിക്ക് വരണമെന്നും ആ പള്ളിയിൽ ആരാധനകളും പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ നിർവഹിക്കണമെന്നും അത് ചെയ്യുമ്പോഴാണ്, അതാണ് ആദരവ് എന്ന് പറഞ്ഞാൽ. ആദരവ്, ബഹുമാനം എന്ന് പറഞ്ഞാൽ ഓരോന്നിനോടും നമ്മളോട് ഹജ്ജിൻ്റെ ചിഹ്നങ്ങളെ എങ്ങനെയാണ്, സ്ഥലങ്ങളെ എങ്ങനെ ബഹുമാനിക്കുക, അവിടെ നമ്മൾ എത്തുക, അവിടെ നിർണ്ണയിക്കപ്പെട്ട മുസ്ദലിഫയിൽ ഉറങ്ങലാണത്, അറഫയിൽ നിന്ന് പ്രാർത്ഥിക്കലാണത്, കഅബനെ തവാഫ് ചെയ്യലാണത്. എന്താണോ നമ്മളോട് നിർവഹിക്കാൻ പറഞ്ഞത് അത് നമ്മൾ നിർവഹിക്കുക. അതേപോലെ തന്നെ ഇത്തരം മാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ മാസങ്ങളിൽ സംഭവിക്കുന്ന തെറ്റുകൾക്ക് കുറച്ചും കൂടി ഗൗരവമുണ്ട് എന്ന് പറയും. ആ മാസങ്ങളിലുള്ള സൽപ്രവർത്തനങ്ങൾക്ക് പുണ്യമുള്ള പോലെ തന്നെ അന്ന് ചെയ്യുന്ന തെറ്റുകൾക്കും അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ ഗൗരവമുണ്ട്. അപ്പോൾ കുറച്ചൊരു സൂക്ഷ്മതയോടുകൂടെ നമ്മൾ ജീവിക്കണം. യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും. ഇങ്ങോട്ട് യുദ്ധം വന്ന് നമ്മൾ പ്രതിരോധിക്കുക എന്നല്ല, അതൊരു യുദ്ധം ആ മാസങ്ങളിൽ തുടങ്ങാൻ പാടില്ല എന്നും അതിൻ്റെ പവിത്രതയെക്കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ, ഒരു റമദാൻ വരുമ്പോൾ നമുക്കതിലൊക്കെ ഒരു സന്തോഷം, പള്ളിയിൽ പോകുക അറിയുമ്പോൾ ഒരു മടിയല്ല, ഒരു സന്തോഷം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളോട് നമ്മുടെ ഹൃദയത്തിൽ തോന്നേണ്ട ഒരു കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ മാസങ്ങൾ 12 തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞപ്പോൾ അള്ളാഹ് നമ്മളോട് നിർദ്ദേശിച്ചൊരു കാര്യമാണ്, ഫലാ തളലിമൂ ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ ആ മാസങ്ങളിൽ നിങ്ങളുടെ അക്രമം ചെയ്യരുത്. തെറ്റുകൾ ചെയ്യുന്നതിനെ കുറച്ച് ഗൗരവമായിട്ട് വിലക്കിയിട്ടുണ്ട്. ഫീഹിന്ന എന്ന് പറഞ്ഞപ്പോൾ ഈ 12 മാസങ്ങളിലാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ല, ഈ വിശേഷമായി പറഞ്ഞ ഈ 4 മാസങ്ങളിലുമാണ് എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. എന്തായിരുന്നാലും അതിനോടുള്ള ആദരവ് എന്നുള്ള നിലയ്ക്ക് പ്രത്യേകമായി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്പം കൂടെ ശ്രദ്ധ നമ്മൾ പതിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ മുഹറം മാസത്തെക്കുറിച്ച് പറയുമ്പോൾ നോമ്പിനൊരു പ്രത്യേക ശ്രദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു മാസമാണ് ഈ മുഹറം. നോമ്പിൻ്റെ കാര്യത്തിൽ നബി പ്രത്യേകമായൊരു ശ്രദ്ധ കൊടുത്തിരുന്നു. അതിലൊന്ന് സിയാമു യൗമു ആശൂറാ, ഈ 10ൻ്റെ അന്നുള്ള നോമ്പാണ്. അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബലഹു, മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തിൽ സ്വീകരിച്ച സമീപനത്തെക്കുറിച്ച് പ്രത്യേകമായി തന്നെ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. മാ റഅയ്തു നബിയ യതഹറ സിയാമ യൗമി, ഈ ദിവസത്തിൽ നബി ശ്രദ്ധ കൊടുത്ത പോലെ, അതായത് നോമ്പിന് ഈ മാസത്തിൽ നബി കൊടുത്ത ശ്രദ്ധ, ഫളലഹു അലാ ഗൈരിഹി എന്നാണ്. മറ്റു സന്ദർഭങ്ങളിലൊന്നും കാണിക്കാത്തൊരു ശ്രദ്ധ നോമ്പിന് ഈ മാസങ്ങളിൽ കാണിച്ചിരുന്നു. ഇല്ലാ ഹാദൽ യൗമ ആശൂറ,
ഈ യോമ ആശുറായിനും വഹാദശകർ, ഈ റമദാൻ മാസത്തിലൊക്കെ നബി ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാൻ പറ്റും. പിന്നെ നബി മദീനത്തിൽ ചെല്ലുന്ന സമയത്ത് ഈ മുഹറം 10 അന്ന് പിന്നെ ജൂതന്മാരെന്ത് ചെയ്തിരുന്നു, മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ആ ചരിത്ര സംഭവത്തെ ഓർത്തുകൊണ്ട് അവർ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പം നബി പറഞ്ഞൊരു വാക്കുണ്ടെന്ത്, മൂസാ നബിയോട് നിങ്ങൾക്കുള്ളതിനേക്കാളും വലിയ ബന്ധവും കടപ്പാടും ഞങ്ങൾക്കാണുള്ളത്. അൻതും അഹക്കുബി മൂസാ മിൻഹും, ഞങ്ങളാണ് മൂസാ നബിയോട് ഏറ്റവും, നിങ്ങളാണ് നബി സഹാബത്ത് പറഞ്ഞു, നിങ്ങളാണ് മൂസാ നബിയോട് ഏറ്റവും കടപ്പാടുള്ള ആളുകൾ. അതുകൊണ്ട് ഫാസൂമുഹു, നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായിട്ട് സ്വഹാബത്തോട് നിർദ്ദേശമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നോമ്പിന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. നമ്മളും ആ ദിവസത്തെ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനും ബനൂ ഇസ്രായേലിനും ചെയ്ത അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ചെയ്യുന്നൊരു നന്ദി നോമ്പാണെന്നല്ല. അതൊരു വലിയ സന്ദേശം നമുക്ക് നൽകുന്നതെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. സത്യത്തിൽ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് വല്ല കയ്യും കണക്കുണ്ടോ സുഹൃത്തുക്കൾ? എത്രയോ ചരിത്രത്തിൽ എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു കടൽ കടത്തിനാണ് ബനൂ ഇസ്രായേലിന്റെ നോമ്പ് നോറ്റതും. ആ കടപ്പാടിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളാണ് നോമ്പ് നോൽക്കാൻ ഏറ്റവും കടപ്പെട്ടത് എന്ന് നബി ഇസ്ലാസ്മ പറഞ്ഞത്. നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങളും സുരക്ഷിതത്വവും സമാധാനവും ഒക്കെ എത്ര ഏറെയാണ്. അപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും നമ്മുടെ ആരാധനകളെയും നമ്മുടെ നന്മകളെയും വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നതല്ലേ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സന്ദേശം. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യാണ്, പരസ്പരം നന്ദി ചെയ്യുക. അങ്ങനെ നന്ദി ചെയ്യുമ്പോൾ ഇൻ ശകർത്തും ലഅസീദന്നക്കും, അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് തരുമെന്നാണ്. ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യം, അതേപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനങ്ങൾ, ഏത് വഴിക്ക് ചിന്തിച്ചാലും കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ പകരമായി അള്ളാഹുവിൻ്റെ ആരാധനകൾ വർദ്ധിപ്പിക്കാനും അള്ളാഹുവിൽ കൂടുതൽ സൂക്ഷ്മത അർപ്പിക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കണം എന്നൊരു വലിയ സന്ദേശം അതിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊരു വലിയ സംഭവം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഭൗതികമായ മനുഷ്യൻ്റെ തയ്യാറെടുപ്പുകളും അതേപോലെ തന്നെ കരുത്തും സൈന്യവും അധികാരവും ഒക്കെ എത്ര തന്നെ ഉണ്ടെങ്കിലും അള്ളാഹു ഇടപെട്ടാൽ അതിനൊന്നും ഒരു വിലയില്ല എന്നുള്ളതല്ല. ഫിർഔൻ എന്ന് പറയുമ്പോൾ തന്നെ ചരിത്രം വായിക്കുമ്പോൾ പോട്ടെ, വിശുദ്ധ ഖുർആൻ ഫിർഔനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തുമാത്രം ശക്തനും എന്തുമാത്രം ക്രൂരനുമായിരുന്നു. സഹോദരങ്ങളെ, വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ബനൂ ഇസ്രായേലുകാർ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ സത്യത്തിൽ ഒരു ബനൂ ഇസ്രായേലുകാരനെയും ഈജിപ്തിൽ അവശേഷിപ്പിക്കാത്ത വിധം ആട്ടി ഓടിക്കാൻ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇവരെ ആട്ടി ഓടിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് തുരത്താണ് നാട്ടിൽ എല്ലാവരും പാടെ കൂടിയിട്ട്. അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോൾ അവരെ ആട്ടി ഓടിക്കുന്നതിൻ്റെ ആവേശത്തിൽ പിറകെ വരുന്നവരാണ് ഫിർഔന്റെ സൈന്യം എന്ന് പറഞ്ഞാൽ. അവിടെ ഈ പ്രതിസന്ധികളൊക്കെ നിൽക്കുമ്പോഴും മൂസാ നബി പറഞ്ഞ് ഇന്ന റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിക്കുന്നതാണ്. ഈ കടലിൻ്റെ അപ്പുറത്തേക്ക് എത്താനും ഒരു വഴി എൻ്റെ റബ്ബുണ്ടാക്കുന്ന. കാരണം അള്ള പറഞ്ഞതാണ് മൂസാ നബിനോട്, നാളെ രാവിലെ നിൻ്റെ ആളുകളെയും കൂട്ടി ഇവിടുന്ന് പുറപ്പെടണം എന്ന് അള്ള പറഞ്ഞാണ്. അള്ള പുറപ്പെടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുറപ്പെട്ടതൊരു ലക്ഷ്യത്തിലെത്തും എന്ന ഉറപ്പ് മൂസാ നബി അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്നു. ഇന്നാലെ മുദറക്കൂൻ എന്ന് കൂടുള്ളവർ നിലവിളിച്ച് പറയുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിലുള്ള ആ വിശ്വാസത്താൽ ഒരിക്കലും പതറാതെ ഒരു ഭയവുമില്ലാതെ നിന്നു എന്നാണ്. ആ സമയത്താണ് അള്ളാഹു കടലിൽ അടിക്കാൻ പറഞ്ഞത്. കടലിൽ അടിച്ചപ്പോൾ എന്താണ്, ഫംഫല കുല്ലു ഫിറക്കെന്നാണ്. അതായത് എല്ലാ ഗോത്രങ്ങൾക്കും ഓരോ വഴിയാണ് തുടർന്നത്. കടലിൽ ഓരോ ഗോത്രങ്ങൾക്കും മറികടന്നു പോകാനുള്ള ഓരോ വഴികൾ മനസ്സിലായി. ആ വഴികൾ കാണുമ്പോൾ ആവേശത്തോടു കൂടി ആ വഴിയിലേക്ക് ഇറങ്ങുകയാണ് ശത്രുക്കൾ ചെയ്യുന്നത്. അവസാനം എല്ലാവരും കരക്ക് കയറുകളും ആ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കും. അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്ത് നമ്മൾ ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇപ്പോൾ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്ക് അതിലൊക്കെ വലിയ സന്ദേശങ്ങളുണ്ട്. ഭൗതിക സന്നാഹങ്ങളോ ഭൗതിക സാഹചര്യങ്ങളോ നമ്മളെ നിരാശപ്പെടുത്തുമ്പോൾ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. നമ്മൾ പണമാവട്ടെ, ആരോഗ്യമാകട്ടെ, എന്താവട്ടെ, നമ്മുടെ പ്രതികൂലതകൾ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള രംഗത്തുള്ള അക്രമങ്ങളാകട്ടെ, ഒറ്റപ്പെടുത്തലാകട്ടെ, എന്ത് വന്നാലും നമുക്ക് ഈ ശക്തികൾക്കൊക്കെ അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ ശക്തി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. നമ്മൾ പരമേൽപ്പിച്ചവൻ റബ്ബുൽ അർഷാണ്. റബ്ബുൽ അർഷാണ്, ഏറ്റവും വലുത് അർഷാണ്, അള്ളാഹുവിൻ്റെ സിംഹാസനമാണ്. ആ റബ്ബുൽ അർഷ്, ആ അർഷിൻ്റെ ഉടമസ്ഥനാണ് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധന, ആ പടച്ചോ മദിനിക്ക് അലൈഹി തവക്കൽതു, അവന് ഞാൻ ഭരമേൽപ്പിച്ചു. വഹുവ റബ്ബുൽ അർഷിൽ അദീം, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ ഉടമസ്ഥനാണ്. ഇന്ന റബ്ബി സയഹ്ദി, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിക്കും എന്ന് പറഞ്ഞ് ആശ്വാസത്തോടെ സമാധാനത്തോടെ
ഒരു പതറാതെ നിൽക്കാൻ മൂസാ നബി അലൈഹി സ്വലാമിന് പറ്റിയത് ആ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് സുഹൃത്തുക്കളെ. ഇത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മാത്രം ചരിത്രമല്ല, പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രത്തിൽ ഇത്തരം സന്ദർഭങ്ങളെയും സമയങ്ങളെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ആ ചരിത്രം വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് ഓർമ്മിപ്പിക്കാൻ, ഈ മുഹറം മാസം വരുമ്പോഴൊക്കെ ആ സംഭവം ഓർമ്മിക്കും. ഈ നോമ്പിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ മൂസാ നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തിയ സംഭവം യഥാർത്ഥത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. അപ്പോൾ ആ ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാലുണ്ടാകുന്ന വിജയത്തെക്കുറിച്ചും ഏത് കാലഘട്ടങ്ങളിലുമുള്ള ആളുകളെ ഓർമ്മപ്പെടുത്താൻ ഈ ചരിത്രങ്ങൾക്ക് പറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാനും ഏത് പ്രതിസന്ധികളെയും അള്ളാഹുവിലെ വിശ്വാസം കൊണ്ട് തരണം ചെയ്യാനും നമുക്ക് പറ്റണം. ഈ വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കുകയും ഓരോ സന്ദർഭത്തിലും ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങളെ അതറിയേണ്ട വിധം മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കി അതിനോട് അതിൻ്റെ ആദരവിലും ബഹുമാനത്തിലും പെരുമാറുക എന്നുള്ളത് വിശ്വാസികളായ നമ്മുടെ എല്ലാവരുടെയും കടമയാണ്, നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്.